പൂവിന്റെ പിന്നിലുള്ള കഥ എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടേക്ക് കുഴിമന്തി മയണൈസൊക്കെ ആയിട്ട് ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കായിരുന്നു ഇവിടെ ഓപ്പോസിറ്റുള്ള ഇവിടുത്തെ ഇംഗ്ലീഷ് അമ്മച്ചിക്ക്. അപ്പം അമ്മച്ചി അപ്പച്ചനും കൂടിയിട്ട് എനിക്ക് കൊണ്ടു തന്നൊരു ഗിഫ്റ്റ് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ലവ്ലി ആയിട്ട് തോന്നി. നമ്മുടെ ഒരു ഫുഡ് ഒരാളെ ആസ്വദിച്ച് ടേസ്റ്റി ആയിട്ട് കഴിക്കുക ഇതൊക്കെ ഒരു ബ്ലെസ്സിങ് ആണ് അല്ലേ. അപ്പോൾ ഈശോയുടെ വചനം നമ്മളോട് സംസാരിക്കുന്നത് ലൂക്ക 19:10 നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ പല നഷ്ടങ്ങളുണ്ടാവും അല്ലേ. അതായത് ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയ കുടുംബജീവിതമായിരിക്കും, ചിലപ്പോൾ നമ്മൾ ഒത്തിരി നാൾ കഷ്ടപ്പെട്ട് സ്വപ്നം കണ്ടുണ്ടാക്കിയൊരു വീട്, ആ വീട് നമ്മളെ നിന്ന് എന്ത് ചെയ്തു പോയി അറിയാതെ നമ്മുടെ കയ്യിൽ നിന്നും കടം വന്നും ഒക്കെ ആയിട്ട് ലോണും ഒക്കെ ആയിട്ട് വീട് പോയി. അങ്ങനെ പലതും നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ട്, നഷ്ടങ്ങളുണ്ട് അല്ലേ. ഒരു മരണമായിരിക്കും, നമ്മളിന്ന് വേർപെട്ട് പോയവരായിരിക്കും. അപ്പം നഷ്ടപ്പെട്ടു പോയതിനെയൊക്കെ വീണ്ടെടുക്കുവാനും നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തരാൻ ആർക്ക് കഴിയും? ഈശോയ്ക്ക് സാധിക്കും. അതങ്ങനെയാണ്. ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്ക് തോന്നും ഞാൻ ഒറ്റപ്പെട്ടു പോയോ, എന്തെല്ലാം നമുക്കുണ്ടെങ്കിലും നമുക്ക് തോന്നും നഷ്ടപ്പെട്ടു പോയോ, എവിടേക്കോ നഷ്ടപ്പെട്ടു പോയോ, ഒറ്റപ്പെട്ടു പോയോ എന്ന്. പക്ഷെ ആ ഒരു പോയിന്റിൽ ശരിക്കും ഒരു സമാധാനം നൽകാൻ ആർക്കേ സാധിക്കത്തുള്ളൂ. നമുക്ക് ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ഒരു പോയിന്റിൽ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരാളാണ് ആര്? ഈശോ. ദാനിയേലിന്റെ കഥയൊന്ന് ഓർത്ത് നോക്കുക. ദാനിയേൽ സിംഹക്കുഴി പെട്ടുപോയപ്പം അനേകം പേര് നോക്കി. നമുക്ക് അതൊരു പ്രശ്നമാണ്. ഈ നഷ്ടപ്പെട്ടു പോകുമ്പോൾ എന്ത് ചെയ്യും, അനേകം പേര് നമ്മളെ നോക്കും. എന്ത് സംഭവിക്കും, അവൻ ഇനി രക്ഷപ്പെടുവോ? നമ്മുടെ ചുറ്റും നോക്കി നിൽക്കാനായിട്ടും അഭിപ്രായം പറയാനായിട്ടും ഒരാൾ, അങ്ങനെ ഒത്തിരി പേരുണ്ടാവും. പക്ഷെ ഈശോ അങ്ങനെയല്ല. ഈശോ എന്ത് ചെയ്തു, ആ സിംഹത്തിന്റെ വായ അടച്ചു കളഞ്ഞ് ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്നും രക്ഷിച്ചെടുത്തു. അപ്പം നമ്മുടെ സ്വന്തം കൂടപ്പറപ്പാണെങ്കിലും ആരാണെങ്കിലും എന്ത് പറയും, സഹതാപം പറഞ്ഞു വരും. എല്ലാവരും അതെ അല്ലേ, സഹതാപം പറയാനോ അയ്യോ അങ്ങനെ പറ്റിപ്പോയല്ലോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നഷ്ടമാകുമെന്ന് പറയുമ്പോൾ ആരും നമ്മുടെ കൂടെ ഇറങ്ങി വരത്തില്ല. പക്ഷെ ആ ഒരു സമയത്തും നമ്മുടെ കൂടെ ഇറങ്ങി വരുവാൻ, നമ്മുടെ നഷ്ടങ്ങളെ തിരിച്ചെടുക്കുവാൻ, നമുക്ക് നമ്മുടെ നഷ്ടപ്പെട്ടു പോയ സന്തോഷത്തെ വീണ്ടെടുക്കുവാൻ, നമ്മുടെ കഷ്ടതയിലും കഷ്ടപ്പാടിലും ഒത്തിരി കഷ്ടതയേറ്റ് അപമാനിക്കപ്പെട്ട അവരുടെ മുമ്പിൽ വിജയിച്ച കർത്താവാണ് ആര് നമുക്കുള്ളത്. പിന്നെ എന്തിനാ വിഷമിക്കുന്നത്, പിന്നെ എന്തിനാ പേടിക്കുന്നത്? അപ്പം ഈ വചനത്തിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയെ ഞങ്ങൾക്ക് ഒത്തിരി നഷ്ടങ്ങളുണ്ട്, അപ്പം ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്, ഞങ്ങൾക്ക് ജീവിതത്തിൽ പല സ്ഥലത്തും ഞങ്ങൾ തെറ്റിപ്പോയി നഷ്ടപ്പെട്ടു പോയി, ഞങ്ങളെ വീണ്ടെടുക്കാനപ്പം നിനക്ക് മാത്രമേ നിന്റെ സ്നേഹത്തിന്, നിന്റെ ക്രൂശിലെ സ്നേഹത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അപ്പം നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം, ഈശോ അടുത്ത് ചേർന്ന് കൊടുക്കാം. ഇപ്പോൾ കൂട്ടുകാരെ ഇപ്പോൾ പോകുന്നു, പിന്നെ കാണാം, ബൈ.